പിന്നെ അത് ഇത്രയ്ക്കും പോകുന്നൊരു കള്ളിയുണ്ട്. ആ കള്ളിയിലൂടെ എങ്ങും തൊടാണ്ട് കടക്കണം. ഇതുപോലത്തെ ട്രെയിനിങ് വർഷങ്ങൾക്ക് മുമ്പ് 15,000 രൂപ കൊടുത്ത് 3 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തോരാട്ടോ. ഇതൊരു ചെറിയ സംഭവമല്ല. നിങ്ങൾ കാലത്തോടെ ഇരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകും. ഈ അടുത്ത മാസം ഇതേപോലെ ബാക്കി ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ആ ഘട്ടത്തിലൂടെ കടന്ന് പോകണം. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല വീഡിയോസ് കാണണം. ഇത് തന്നെയാണ് വിജയത്തിന് പറ്റിയ ഏറ്റവും. പിന്നെ സെൽഫ് മോട്ടിവേറ്റർ ആയിരിക്കണം. നിങ്ങൾ എപ്പോ നോക്കിയാലും എന്ത് ചെയ്യണം? സെൽഫായിട്ട്. ആളൊരു വാക്ക് പറഞ്ഞില്ലേ, നമ്മൾക്ക് ചാർജ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആവേശം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ആവേശം ഉണ്ടാവും, നാട്ടുകാർക്ക് ആവേശം ഉണ്ടാവില്ല. തണുപ്പനെ പോലും ഇഷ്ടമല്ല അല്ലെ? തണുപ്പന്മാരെ ഉണ്ടല്ലോ, തണുപ്പനെ പോലും ഇഷ്ടമല്ല. അപ്പൊ എപ്പോഴും തെറിച്ച് നിൽക്കുന്ന നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉള്ള വ്യക്തികളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണം. അങ്ങനെ മാറാൻ പറ്റിയ വലിയ മാറ്റം ഉണ്ടാക്കണം. ഈ മാസം തന്നെ അംബാസഡർ ആവേണ്ടവർ അംബാസഡർ ആവാം. നല്ല മാറ്റങ്ങൾക്ക് ഈ മാസം തന്നെ അടിക്കണം. ഇപ്പൊ കിട്ടിയ ട്രെയിനിങ് മനസ്സിലായിട്ട് 2,20 വേണ്ടു. അംബാസഡർ അടിക്കാൻ 2,20 വേണ്ടു. എന്ത് വില കൊടുത്തും മനസ്സുകൊണ്ട് ഇവിടെ തീരുമാനിച്ചിട്ട് ഈ കഥ ഡോറ് പുറത്ത് കിടക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ തീരുമാനിച്ചാലാണ് ഇപ്പൊ ഇന്ന് ഇവിടെ ഇരുന്നതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാവുമെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ട്രെയിനിങ് വിജയിക്കാൻ ഇതന്നെ മാർഗമുള്ളൂ. എപ്പോഴാണോ നമ്മുടെ ചാർജ് പോണത് അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന അപ്ലൈനെ വിളിക്കണം, അല്ലെങ്കിൽ നല്ല പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ നല്ല വീഡിയോസ് കാണണം. ഏതാണോ മാർഗം? വളർന്നു പോകുമ്പോഴാണ് നന്നായിട്ട് ബിസിനസ് കുതിച്ചു പോകുമ്പോൾ ഇത്തിരി മൈനസ് ആയാലും കുഴപ്പമില്ല. എപ്പോഴാണോ ബിസിനസ് താഴെ പോണത് അപ്പോഴായിരിക്കും ഇരട്ടി പവർ കാണിക്കേണ്ടത് കേട്ടോ. ആ ഒരു സിസ്റ്റം നിങ്ങളുണ്ട്. എപ്പോഴാണോ മനസ്സിൽ ചാർജ് കുറയണത്, ഇപ്പൊ നിങ്ങൾ കാർത്തികമ്മയുടെ എന്നോട് പറഞ്ഞ് ഭയങ്കര ക്ഷീണം ഉണ്ടല്ലോ എന്ന്,